ഹായ് കൂട്ടുകാരെ, സിയാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ കട്ട പിടിക്കാതെ ഗോതമ്പ് പുട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളതാണ്. എല്ലാവർക്കും ഉള്ള പരാതിയാണ് ഗോതമ്പ് മാവ് നനയ്ക്കുമ്പോൾ കട്ട പിടിച്ച് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് കാണാം. അതിന് നമുക്കൊരു പരന്ന പാത്രമാണ് വേണ്ടത്. ഇതുപോലുള്ള ഒരു കട്ടിയുള്ള ഉരുളിയോ നല്ല പരന്ന പാത്രമായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, പരന്ന പാത്രത്തിലാവുമ്പോഴത്തേക്ക് നമുക്ക് മാവ് നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ. കുഴച്ചല്ല, നനച്ചെടുക്കാൻ പറ്റുള്ളൂ, സോറി. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളമാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ചൂടുവെള്ളമൊന്നും അല്ല ഉപയോഗിക്കുന്നത്, പച്ചവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അപ്പം വെള്ളം ഒഴിച്ച് ഉപ്പ് നന്നായിട്ട് കലങ്ങിയതിന് ശേഷം നമ്മുടെ മാവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളത്തിലേക്ക് മാവ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വിരകിയെടുക്കണം. കട്ട പിടിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേഗത്തിൽ തന്നെ ചെറുതായിട്ട് നന്നായിട്ട് നമ്മുടെ വിരലെല്ലാം കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇതേപോലെ റൗണ്ടായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ വെള്ളവും മാവും എല്ലാം കൂടെ എല്ലാ ഭാഗത്തും പിടിച്ച് വരും. അപ്പോൾ നമുക്ക് കയ്യിലെടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ഒട്ടും കട്ട പിടിച്ചിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, കട്ട ഒട്ടും പിടിച്ചിട്ടില്ല. അടിഭാഗത്ത് ചെറുതായിട്ട് പൊടിയുണ്ടെങ്കിൽ നമുക്ക് ഒരല്പം വെള്ളം നമ്മുടെ കയ്യിലേ എടുക്കാവൂ. നേരിട്ട് മാവിൽ ഒഴിച്ചു കൊടുക്കരുത്. കയ്യിലെടുത്തിട്ട് കുടഞ്ഞു കൊടുക്കണം. കുടഞ്ഞു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. എല്ലാ ഭാഗത്തും നമ്മളെ കൈവച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടും കട്ട പിടിക്കില്ല. നമ്മുടെ ഗോതമ്പ് പുട്ട് നന്നായിട്ട് തന്നെ കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ ചൂടുവെള്ളമൊന്നും അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, പച്ചവെള്ളം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് മാവ് വാരി ഇട്ട് കൊടുക്കാം. മാവ് വാരി ഇടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം, പുറമേ നിന്ന് തന്നെ ഈ മാവ് നനച്ച് വെച്ചേക്കുന്നതിൻ്റെ പുറത്ത് നിന്ന് തന്നെ കുറേശ്ശെ വാരിയിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കൈകൊണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇളക്കിയതിന് ശേഷം തന്നെയാണ് ഇട്ട് കൊടുക്കാൻ. കൈയൊന്നും നനയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ഇനി ഇങ്ങനെ ഇട്ട് പുട്ടുണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ കമൻറ്റും ചെയ്യണേ. ഇനി നമുക്ക് അടുത്ത് വീണ്ടും ആ മാവിലേക്ക് ഒരല്പം വെള്ളം അതും കൈ കൊണ്ട് തന്നെ കയ്യിലേ കുടഞ്ഞ് ഇടാവൂ. നേരിട്ട് മാവിൽ ഒഴിക്കരുത്. ഒരല്പം വെള്ളം നമ്മുടെ കയ്യിലാക്കിയിട്ട് ഒന്ന് കുടഞ്ഞ് വീണ്ടും ഇതുപോലെ ഇളക്കി വെച്ച് കഴിഞ്ഞാൽ മതി. അപ്പോൾ നന്നായിട്ട് മാവ് പരുവായി കിട്ടും. ഇങ്ങനെ ചെയ്താൽ മാത്രം മതി കേട്ടോ. ഒരിക്കലും നമ്മളെ ഗോതമ്പ് പുട്ട് കട്ട പിടിച്ച് പോവില്ല.
നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ടാറ്റാ ബൈ ബൈ.